മഴ കനത്താൽ ഇടുക്കി ജില്ലയിലെ വണ്ടിപ്പെരിയാറിൽ തൊഴിലാളികളുടെ ഏക ആശ്രയമായ സർക്കാർ ആശുപത്രി തന്നെ വെള്ളക്കെട്ടിലാകും. ഓരോ മഴക്കാലവും ഈ ആശുപത്രിയെ ആശ്രയിക്കുന്നവർക്ക് ദുരിതത്തിന്റെ ദിനങ്ങളാണ്. ആശുപത്രിയിൽ എത്തുന്നവർ മാറാരോഗികളായി തിരിച്ചു പോകേണ്ടി വരുമോ എന്ന ആശങ്കയാണ് ജനങ്ങൾ പറയുന്നത്. ശനിയാഴ്ച പുലർച്ചെയുണ്ടായ ശക്തമായ മഴയിൽ ചോറ്റുപാറത്തോട്ടിൽ ക്രമാതീതമായി വെള്ളം ഉയർന്നതോടെയാണ് ആശുപത്രി കെട്ടിടം മണിക്കൂറുകളോളം വെള്ളത്തിൽ മുങ്ങിയത്. മഴ ശക്തമായാൽ വണ്ടിപ്പെരിയാർ സർക്കാർ ആശുപത്രിയിൽ രോഗികൾക്ക് ചികിത്സ തേടി എത്താൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. വെള്ളം ഉയർന്നാൽ ദേശീയപാതയിലൂടെയുള്ള ഗതാഗതവും തടസ്സപ്പെടും. ശനിയാഴ്ചയുണ്ടായ വെള്ളപ്പൊക്കത്തിൽ OP ടിക്കറ്റ് കൗണ്ടറും രോഗികൾക്കുള്ള കാത്തിരിപ്പ് കേന്ദ്രവും ചികിത്സാ മുറികളുമെല്ലാം ചെളിവെള്ളത്തിൽ മുങ്ങി. വെള്ളമുയർന്നതോടെ ആശുപത്രിയിലുണ്ടായിരുന്നവർ രണ്ടാം നിലയിൽ കയറി സുരക്ഷിതരാവുകയായിരുന്നു. വെള്ളത്തിന്റെ സ്വാഭാവിക ഒഴുക്കിനെ തടസ്സപ്പെടുത്തി തോട്ടിലേക്കിറക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. കയ്യേറ്റം ഒഴിപ്പിക്കാൻ ജില്ലാ കളക്ടർ ഉൾപ്പെടെ നിർദ്ദേശം നൽകിയിട്ടും നടപടികൾ എങ്ങും എത്തിയില്ല എന്നാണ് ആക്ഷേപം. ഈ കെട്ടിടം ഇത് അൺഫിറ്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കെട്ടിടം ഇതല്ല. കെട്ടിടത്തെ സംബന്ധിച്ചിടത്തോളം ഇത് പൊളിച്ചു പണിയുന്നതിനുള്ള ഒരു സെറ്റപ്പ് ഒക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു ബിൽഡിംഗ് പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമീപനം ബഹുമാനപ്പെട്ട MLA ശ്രദ്ധ ഞങ്ങൾ പെടുത്തിയിട്ടുണ്ട്. MLA വന്ന് ഇത് നേരിട്ട് കണ്ടതാണ്. MLA അതിനുള്ള ശാശ്വതമായ പരിഹാരത്തിനുള്ള നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ നമുക്ക് ശാശ്വതമായിട്ട് ഇത് കാരണം ഇത് കാലങ്ങളായിട്ട് വെള്ളം കയറിക്കൊണ്ടിരിക്കുന്ന ഒരു സമീപനമാണ് ഈ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ളത്. അത് മാറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ ബിൽഡിംഗ് ഇവിടെ പൊളിച്ചു പണിയുകയും ബിൽഡിംഗ് ഉയർത്തുന്നതിനുള്ള ഒരു സമീപനം നമ്മൾ സ്വീകരിക്കുകയും ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. രാഷ്ട്രീയ ഇടപെടലുകളാണ് നടപടികൾ നീണ്ടുപോകാൻ കാരണമായത്. ആശുപത്രിയുടെ ദുരിതത്തിന് ശാശ്വത പരിഹാരം കാണണമെങ്കിൽ വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്ന കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണം. ഇതിനൊപ്പം ആശുപത്രി കെട്ടിടം ഉയർത്തി പുനർനിർമ്മിക്കേണ്ടതായുമുണ്ട്. അല്ലാത്തപക്ഷം ഓരോ മഴക്കാലത്തും രോഗികൾക്ക് ആശ്വാസം നൽകേണ്ട സർക്കാർ ആശുപത്രി വെള്ളത്തിൽ മുങ്ങുന്ന ദുരിത കേന്ദ്രമായി മാറുന്നത് തുടർന്നും കാണേണ്ടി വരും. ജനം, ഇടുക്കി.